ബ്ലഡ് വെസൽസിലെ ഈ ബ്ലോക്ക് ഉണ്ടാവുക എന്ന് പറയുന്ന പ്രശ്നമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അത് വരുന്നത്? എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് വരുന്നത്? വേറെവർ ഇറ്റ് ഇസ് അതെറോസ്ക്ലറോസിസ് ആണ് മോസ്റ്റ് കോമൺ കോസ്. അതെറോസ്ക്ലറോസിസ് എന്ന് പറയുന്നത് രക്തക്കുഴലിൻ്റെ വാളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അതെ, ഹൈ കൊളസ്ട്രോളുള്ള ആൾക്കാർ, പിന്നെ ഡയബറ്റീസിലുള്ള ആൾക്കാർ, പിന്നെ ഓൾഡ് ഏജ് 50-60 വയസ്സ് പ്രായം കൂടുമ്പം രക്തക്കുഴൽ ഡാമേജ് ആകും. അവിടെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് അത് മെല്ലെ മെല്ലെ അത് ചുരുങ്ങി വരും. അപ്പോൾ ആ ചുരുങ്ങിയടുത്ത് ഒന്നെങ്കിൽ മൊത്തമായിട്ട് ചുരുങ്ങിയിട്ട് ഫുള്ളായിട്ട് അടപ്പ് വരും, അല്ലെങ്കിൽ അതിൻ്റെ മേലെ രക്തം കട്ട പിടിച്ചിട്ട് ബ്ലോക്ക് ആവും. അല്ലെങ്കിൽ അതെ, രക്തക്കട്ട ചിലപ്പം കഴുത്തിലുള്ള രക്തക്കുഴൽ വരികയാണെങ്കിൽ അത് ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ലോഡ് ചെയ്ത് പോകും, എന്നിട്ട് സ്ട്രോക്ക് ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ ഈ ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കാണ് ഈ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ബാക്കി വേറെ റീസൺസ് ഒന്നുമില്ല അതിന്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഏജ് റിസ്ക് ഫാക്ടറാണ്. ചില ആൾക്കാർക്ക് ഇപ്പം ഓൾഡ് ഏജിൽ ഈവൻ കൊളസ്ട്രോൾ നോർമലായ ആൾക്കാർക്കും വേണമെങ്കിൽ വരാം. കാരണം ഏജ് ആകുമ്പം രക്തക്കുഴൽ ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർക്കും രക്തക്കുഴൽ ഡാമേജ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരു റീസൺ. അതെ റീസൺ. അതുപോലെ സ്മോക്കിംഗ് റിസ്ക് ആണ്. ഈവൻ കൊളസ്ട്രോൾ ഒക്കെ നോർമൽ ആണെങ്കിലും ഒരു ആക്റ്റീവ് സ്മോക്കർ ആണെങ്കിൽ ഈവൻ യങ് ഏജിലും 30-40 വയസ്സിലും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും എല്ലാം വരാം. അതിൽ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് രക്തം കട്ട പിടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ടാണ്.